നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളിൽ ഭൂരിഭാഗവും മീൻ കഴിക്കുന്നവരാണ്. ഒരു നേരം മീനില്ലാതെ, ഒരു മീൻകറിയെങ്കിലും ഇല്ലാതെ ചോറുണ്ണാൻ ബുദ്ധിമുട്ടുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. എന്നാൽ ഇനി അങ്ങനെ മീൻ വേടിക്കുന്നവരൊക്കെ തന്നെ ഒന്ന് സൂക്ഷിക്കുക, ഒന്ന് കരുതിയിരിക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ ലഭിക്കുന്നത്. തലസ്ഥാനത്ത് നിന്നും തുടങ്ങുന്നു ആ മുന്നറിയിപ്പ്. ഇതിനു മുൻപും നമുക്കറിയാവുന്നതാണ്, മീൻ ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലവിധ വിഷയങ്ങൾ, ജീവൻ പോലും എടുക്കുന്ന ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും വില്ലനായി മാറുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷ്യ വിഭവമായ മീനും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന മീനാണ് ഏറ്റവും കൂടുതലായി കേരളത്തിൽ വിറ്റഴിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇങ്ങനെ എത്തിക്കുന്ന മീൻ അത് കേടാകാതിരിക്കാൻ വേണ്ടി ഏറെ അപകടകാരിയായിട്ടുള്ള, ജീവൻ പോലും എടുക്കുന്ന പല രാസവസ്തുക്കളുമാണ് ചേർക്കുന്നത്. ഇക്കാര്യത്തിൽ പരാതി വീണ്ടും രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം ഇതിന് സാധൂകരിക്കുന്ന ഒരു വലിയ വിഷയവും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സംഭവിച്ചിരുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ചെമ്പല്ലി അടക്കമുള്ള മീൻ കഴിച്ചവർക്കാണ് കഴിഞ്ഞ ദിവസം വയറിളക്കവും ഛർദിയും ഒക്കെ അനുഭവപ്പെട്ടത്. 1-2 ആളുകൾക്കല്ല, 50ഓളം വരുന്ന ആളുകൾക്കാണ് ഇത് സംഭവിച്ചത്. ഇതേ രാസപദാർത്ഥങ്ങൾ അളവിൽ കൂടുതൽ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ടായതെന്നും ഒരു ചെറിയ കണികയെങ്കിലും കൂടിയിരുന്നെങ്കിൽ ജീവൻ പോലും നഷ്ടമാകുമെന്നാണ് ജീവൻ പോലും നഷ്ടമായേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഈ സംഭവം ഉണ്ടായത്. മീൻ കേടാകാതിരിക്കാനായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അളവിൽ കൂടുതൽ ഇതിലുപയോഗിച്ചു. അതുമൂലമാണ് അവിടുത്തെ പരിസരവാസികൾക്ക് ഗുരുതരമായ രോഗം ബാധിച്ചത്, പ്രത്യേകിച്ചും വയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും തദ്ദേശ സ്ഥാപനങ്ങൾ വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ശാശ്വതമായ പരിഹാരം കാണാൻ ആരോഗ്യവകുപ്പ് പോലും നടപടി സ്വീകരിക്കുന്നില്ല. 40-ലധികം ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ട് പോലും പേരിന് മാത്രം ഒരു പരിശോധനയാണ് ആരോഗ്യ വിഭാഗം നടത്തിയത്. നെയ്യാറ്റിൻകര നഗരസഭയുടെ പരിധിയിലുള്ള പല മാർക്കറ്റുകളായി ഇത്തരം മീനുകൾ തകൃതിയായി തന്നെ വിൽപ്പന നടത്താറുണ്ട്. നെയ്യാറ്റിൻകര നഗരസഭയുടെ പരിധിയിൽ തന്നെ TB ജംഗ്ഷൻ, ആറാലുമൂട്, അമരവിള മാർക്കറ്റുകളിലും ളാങ്ങാമുറി, ഓലത്താനി, പെരുമ്പഴന്തൂർ, തൊഴുക്കൽ തുടങ്ങിയ ഇടങ്ങളിലുമൊക്കെയാണ് ദിവസവും തകൃതിയായി ഇങ്ങനെയുള്ള കച്ചവടം നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 മാർക്കറ്റുകളിൽ ഇതര സംസ്ഥാനത്ത് നിന്നും മീൻ എത്തിക്കുന്നു. ഇവിടെ ഒരു തരത്തിലുള്ള പരിശോധനകളുമില്ല എന്നാണ് പരിസരവാസികൾ ആരോപിക്കുന്നത്, മാധ്യമ റിപ്പോർട്ടുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. താലൂക്കിലെ തന്നെ തിരുപ്പുറം, കാഞ്ഞിരംകുളം, കൂരംകുളം, പൂവാർ, കോട്ടുകാൽ പഞ്ചായത്തുകളിലെയൊക്കെയുള്ള മീൻ കച്ചവടം നടത്തുന്ന ഇടങ്ങളിലൊക്കെ ഇതര സംസ്ഥാനത്ത് നിന്നും എത്തിക്കുന്ന മീനിൻ്റെ സാന്നിധ്യവും വലിയ തോതിൽ അറിയാൻ കഴിയുന്നുണ്ട്. ഫോർമാലിൻ, അമോണിയ തുടങ്ങിയ രാസപദാർത്ഥങ്ങളാണ് ഈ മീനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മീൻ കേടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഫോർമാലിൻ എന്ന് പറയുന്നത് മൃതദേഹം അഴുകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ്. ഇതുകൂടാതെ മറ്റ് രാസവസ്തുക്കളും മീനിൽ ഉപയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് പോലും ഒരു കൃത്യമായ മാനദണ്ഡമുണ്ട്, അളവുകോലുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല. ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നവർ എത്ര അളവിൽ ഉപയോഗിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ അളവ് പലപ്പോഴും തെറ്റാറുണ്ട്. ഒരുപക്ഷേ അമിത ലാഭമോ കൂടുതൽ കാലം നിലനിൽക്കാനോ വേണ്ടിയൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷേ അത് ഭക്ഷ്യവിഷബാധ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പലരുടെയും ജീവനെടുക്കും, മാരകമായ പല രോഗങ്ങളും ഉണ്ടാക്കും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ഇക്കാര്യം എടുത്തു പറയുന്നു. വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും ചെറിയ തോതിലാണെങ്കിൽ പോലും ഈ രാസവസ്തുക്കൾ മനുഷ്യൻ്റെ ഉള്ളിലെത്തിയാൽ ഭാവിയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ പ്രവചിക്കാൻ പോലും കഴിയില്ല. അത്രയധികം ഗുരുതരമായി കാര്യങ്ങൾ മുന്നോട്ട് പോയേക്കും. ക്യാൻസർ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, കരൾ രോഗങ്ങൾ ഇതൊക്കെ തന്നെ സംഭവിക്കും. കൂടാതെ ഇത് തലച്ചോറിനെയും നാഡികളെയും ഒക്കെ തന്നെ ബാധിക്കും. നാഡീഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന കാര്യങ്ങൾ പറയേണ്ടതില്ല. ഇനി ഈ അളവ് ചെറുതായൊന്ന് തെറ്റിയാൽ അത് മരണത്തിന് പോലും കാരണമാകും. കാഴ്ചയിൽ കാണാൻ നല്ലതെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് മീനുകളൊക്കെ തന്നെ മാർക്കറ്റുകളിൽ ഇരിക്കുന്നത്. അങ്ങനെ കാഴ്ചയിൽ നല്ല പന്തിയുള്ള മീനുകളിലൊക്കെ വലിയ അളവിൽ തന്നെയായിരിക്കും ഫോർമാലിൻ ചേർത്തിട്ടുള്ളത്. ആ ഒരു കാര്യം നോക്കി തന്നെയാണ് വില എത്രയായാലും കുഴപ്പമില്ല, കാണാൻ ഭംഗിയുള്ള മീനുകളെ നോക്കി സാധാരണക്കാർ വാങ്ങുന്നത്. രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഈ മീൻ പതിവായി കഴിച്ചാൽ അൾസർ, കുടൽ അർബുദം ഉൾപ്പെടെ മാരക രോഗങ്ങൾ സംഭവിച്ചേക്കും. തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് മീൻ എത്തിക്കുന്നത്. അതിൽ രാസവസ്തുക്കൾ ചേർത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കില്ല. അതിനായി പരിശോധന കൃത്യമായി നടത്തണമെന്ന ആവശ്യം സാധാരണ ജനങ്ങൾ ഉയർത്തുന്നു. മലയാളികൾ ഭക്ഷിക്കുന്നത് ശരിയായിട്ടുള്ളതാണോ, ആ ഭക്ഷണത്തിൽ വിഷം കലർന്നിട്ടുണ്ടോ, രാസപദാർത്ഥങ്ങൾ കലർന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്, ആരോഗ്യ വകുപ്പാണ്. അല്ല എങ്കിൽ സംഭവിക്കാനിരിക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്ത് അത് ഇനിയുള്ള തലമുറയെ പോലും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ഇന്ന് വിപണിയിൽ കിട്ടുന്ന മത്സ്യത്തിൽ പലതും പഴകിയതും രാസവസ്തുക്കൾ അടക്കം ഉപയോഗിച്ചതും ആയതുകൊണ്ട് തന്നെ വിഷരഹിതമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കേടാതെ അല്ലെന്ന് ഉറപ്പാക്കി, വിഷമൊന്നും തന്നെ തളിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കി വാങ്ങാനുള്ള കാര്യവും ഏറെ പാടാണ്. എളുപ്പം കേടാകും എന്നുള്ളതാണ് മത്സ്യത്തിൻ്റെ ഒരു കാര്യം. കാരണം തീരത്തെത്തുന്ന മത്സ്യം പോലും 10 ദിവസത്തോളം കഴിഞ്ഞാണ് തുറമുഖത്തേക്ക് കടക്കാറുള്ളൂ. അത്രയും ദിവസം കടലിൽ നങ്കൂരമിടുന്നതോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റുകൾ വീണ്ടും എത്തുമ്പോൾ അത് പിന്നെയും പഴകുകയാണ്. എന്തു തന്നെ ആയിരുന്നാലും ഒരു 2 ആഴ്ചക്കാലം പഴക്കം ഓരോ മത്സ്യത്തിനും ഉണ്ടാകും എന്നുള്ളത് ഓരോരുത്തരും മനസ്സിൽ വെച്ചുകൊള്ളുക. അതുകൊണ്ട് തന്നെ ചന്തകളിലും മറ്റുമൊക്കെ എത്തുമ്പോൾ അതിനു മുന്നേ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, പുതുമയും ഇല്ലാതായിരിക്കും. അതുകൊണ്ട് കടൽ മത്സ്യങ്ങളിൽ കൃത്രിമം നടത്തില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതിനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു വിഷയമാണ് മീനിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുവെന്നുള്ളത്. എന്നിട്ടും വേണ്ടപ്പെട്ട അധികാരികൾ എന്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരെയും ഞെട്ടിക്കുന്നത്. ഇനി എങ്ങനെയാണ് കേടായ മത്സ്യത്തിൽ ഫോർമാലിൻ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതെങ്ങനെ കണ്ടു മനസ്സിലാക്കാം? അതിൽ എളുപ്പം പറയുന്നത് മത്സ്യത്തിൻ്റെ കണ്ണിന് നിറവ്യത്യാസം വരുമെന്നുള്ളതാണ്. മത്സ്യത്തിന് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു മണം അത് നഷ്ടപ്പെടും. ചെതുമ്പലിൻ്റെ സ്വാഭാവിക നിറവും മാറും. കേടായ മത്സ്യത്തിൽ ഫോർമാലിൻ ഉപയോഗിച്ചാൽ അത് കട്ടിയായിട്ടിരിക്കും. സാധാരണ മത്സ്യം അങ്ങനെ കട്ടിയാകില്ല. ഇനി ഫോർമാലിൻ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നതല്ല. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു ചെറിയ ഗ്ലാസ് ഫോർമാലിൻ ചേർത്ത് നിറപ്പിച്ചെടുത്താൽ അതിൽ 250 കിലോഗ്രാം മീൻ 4 ദിവസം സംസ്കരിച്ച് സൂക്ഷിക്കാം. ഇതാണ് യാഥാർത്ഥ്യം. 1-2 ഒരു ചെറിയ ഗ്ലാസ് ഫോർമാലിൻ 250 കിലോഗ്രാം മീനെ 4 ദിവസത്തോളം നിർത്താൻ സാധിക്കും. ഐസ് കൂടി ഇടുമ്പോൾ കൂടുതൽ സ്ഥലം വേണ്ടിവരുമെന്ന് മാത്രമല്ല, ചെലവും കൂടുതലാണ്. പക്ഷേ ഫോർമാലിനാകട്ടെ ഒരു തവണ ഉപയോഗിച്ചാൽ മീനിൽ നിന്നും അത് പൂർണ്ണമായി നീക്കാൻ കഴിയില്ല. പിന്നീട് മീൻ എത്ര നന്നായി വെള്ളത്തിൽ കഴുകിയാലും കുതിർത്ത് വെച്ചാലും ഒന്നും തന്നെ, പാചകം ചെയ്താൽ പോലും അതിൻ്റെ വിഷ സാന്നിധ്യം പോകില്ല എന്ന് സാരം. പക്ഷെ നാം എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അതിന് ചെറിയ കരുതലുകൾ നമുക്ക് മുന്നിലുണ്ട്. മീൻ ഫ്രഷായി കിട്ടും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വാങ്ങാനായി പരമാവധി ശ്രമിക്കുക. സർക്കാർ സംവിധാനങ്ങളൊക്കെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിതമ്പലുകൾ പൂർണ്ണമായി നീക്കിക്കളയുക. തൊലി നീക്കേണ്ട മീനുകളുടെ തൊലി ഉറപ്പായി നീക്കിയിരിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലും അത് കഴുകണം. കടലമാവ് പുരട്ടി കഴുകുന്നത് നല്ലൊരു രീതിയായി തന്നെ പലരും പറയുന്നുണ്ട്. അതുപോലെ വാങ്ങുന്ന സമയത്ത് മീനിൻ്റെ ഗന്ധം ശ്രദ്ധിക്കണം. അമോണിയ, ഫോർമാലിൻ ഇവയുടെ രൂക്ഷ ഗന്ധം അത് മനസ്സിലാക്കാൻ തന്നെ പരമാവധി ഏവരും ശ്രദ്ധിക്കുക. അങ്ങനെ അനുഭവപ്പെട്ടാൽ ആ മീനും ഒഴിവാക്കണം. മീനിൻ്റെ ശുദ്ധിയും വൃത്തിയും നഷ്ടമായി എന്നെല്ലാവരും പറഞ്ഞിട്ടും മലയാളികളുടെ തീന്മേശയിൽ നിന്നും ഇന്നും മീൻ വിഭവങ്ങൾ അകന്നു പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ്ടും പല രീതിയിൽ, പല ഭംഗിയോടെ, പല ഐറ്റം മീനുകൾ ഇപ്പോഴും കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് കഴിയുന്ന ഒരു വിഷയമല്ല. ഇനി എന്താണ് ഫോർമാലിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോമിക് ആസിഡ് ഉപയോഗിച്ച പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു രാസവസ്തുവാണിത്. മനുഷ്യ ശരീരം കേടുകൂടാതെ സൂക്ഷിക്കാനാണിത് പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. വിവിധ ശരീരഭാഗങ്ങൾ പത്തോളജി പരിശോധനയ്ക്കായി അയക്കുന്നതിന് 10% വീര്യമുള്ള ഫോർമാലിൻ ലൈലീനാണ് ചേർത്ത് വയ്ക്കുക. ചെറിയ അളവാണെങ്കിൽ പോലും ഇത് ഒരുപാട് കാലം കേടുകൂടാതിരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള മൃതദേഹം സൂക്ഷിക്കുന്നതും ഫോർമാലിൻ ലൈനിയിലാണ്. ഈ ലൈനിയിൽ 6 മാസത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാൻ കഴിയും. മൃതദേഹം എംബാം ചെയ്യാനായി ഉപയോഗിക്കുന്നതും ഫോർമാലിനാണ്. കഴിക്കുന്ന മീനിനൊപ്പം ഫോർമാലിൻ കൂടി ശരീരത്തെത്തിയാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും നിങ്ങളെ ബാധിക്കുന്നത്. ഫോർമാലിൻ ഒരിക്കലും കഴിക്കാൻ പാടുള്ളതല്ല. ഒരു ചെറിയ അളവിലാണെങ്കിൽ കൂടി അത് ശരീരത്തിനുള്ളിൽ വിഷമാകും. എന്നാൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഫോർമാലിൻ കലർന്ന മത്സ്യങ്ങൾ ഉള്ളിൽ ചെന്നാൽ അത് പല തരത്തിൽ നമ്മുടെ അവയവങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാരകമായ അസുഖങ്ങൾ മുതൽ ക്യാൻസർ വരെ അത് എത്തിച്ചേരും. ന്യൂസ് ഡെസ്ക് വെളിവാർത്ത.